സംസ്ഥാന വിപണിയിൽ സ്വർണ്ണ നിരക്കുകളിൽ ഇടിവ് തുടരുന്നു. കഴിഞ്ഞ ദിവസത്തേതിൽ നിന്നും ഇടിവ് രേഖപ്പെടുത്തിയാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചതെങ്കിലും ഉച്ചയ്ക്ക് ശേഷവും സ്വർണ്ണവിലയിൽ ഇടിവുണ്ടായിരിക്കുകയാണ്. സംസ്ഥാനത്ത് സ്വർണ്ണ നിരക്കുകളിൽ ഇടിവ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസത്തേതിൽ നിന്നും ഇടിവ് രേഖപ്പെടുത്തിയാണ് രാവിലെ വ്യാപാരം ആരംഭിച്ചതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷവും സ്വർണ്ണവിലയിൽ ഇടിവുണ്ടായിട്ടുണ്ട്. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 50 രൂപയും പവന് 400 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാമിന് 14,730 രൂപയും 1 പവന് 1,17,840 രൂപയും വീതമാണ് പുതുക്കിയ വിപണി വില. സമാനമായി 18 കാരറ്റ് സ്വർണത്തിന്റെ 1 ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 12,100 രൂപയായി. 14 കാരറ്റ് സ്വർണം ഗ്രാമിന് 30 രൂപ താഴ്ന്ന് 9,425 രൂപയിലേക്ക് എത്തി. അതുപോലെ 9 കാരറ്റ് സ്വർണം ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 6,075 രൂപയുമായി. അതേസമയം വെള്ളിവിലയിൽ മാറ്റമില്ല. 1 ഗ്രാമിന് 280 രൂപയിൽ തന്നെ വില തുടരുകയാണ്. രാജ്യാന്തര വിപണിയിൽ ഇന്നത്തെ വ്യാപാരത്തിലും സ്വർണത്തിന് തിരിച്ചടി നേരിട്ടു. ഇന്ന് രാവിലെ 1 ഔൺസ് സ്വർണത്തിന്റെ വില $5,132 നിലവാരത്തിലായിരുന്നുവെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില $5,066 താഴ്ന്നു. രാജ്യാന്തര വിപണിയുടെ ചുവട് പിടിച്ചാണ് ആഭ്യന്തര വിപണിയിലും സ്വർണ്ണവിലയിൽ ഇടിവുണ്ടായിട്ടുള്ളത്. പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രായേൽ US സഖ്യവും തമ്മിലുള്ള യുദ്ധം 14ാം ദിവസത്തിലേക്ക് കടന്നിട്ടും സംഘർഷത്തിന് ശമനമില്ല. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് കടത്ത് തടസ്സപ്പെട്ടതോടെ ക്രൂഡ് ഓയിൽ വില $100 മറികടന്നു. ഇത് പണപ്പെരുപ്പം ഉയർത്തുമെന്ന ആശങ്കയുമുണ്ട്. അതിനാൽ US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാൻ ഇനി തയ്യാറായേക്കില്ല എന്ന നിഗമനവും ശക്തമായി. ഇത് ഡോളറിന്റെ മൂല്യം വർദ്ധിപ്പിക്കുകയാണ്. രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിലെ ഏറിയ പങ്ക് വ്യാപാരവും ഡോളറിലായതിനാൽ ഇത് ചെലവേറ്റുന്ന ഘടകമാണ്. സ്വർണ്ണവില ഈ രീതിയിൽ ഇടിയുകയാണെങ്കിൽ 1 ലക്ഷത്തിന് താഴേക്ക് വരെ വില എത്തിയേക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. 70,000 രൂപ വരെ സ്വർണ്ണവില ഇടിഞ്ഞു താഴുമെന്നും പറയുന്നവരുണ്ട്. ബിസിനസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.